ശ്രീ സി കെ ശശീന്ദ്രൻ, ഇപ്പോൾ വയനാടിന് സ്വാഭാവികമായും സഹായം വേണം. ഇപ്പോൾ കർണാടക സർക്കാർ 100 വീടുകൾ അവിടെ വെച്ചു കൊടുക്കാമെന്ന് ഇതിനു മുൻപ് തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയിട്ടില്ല. പിന്നീട് കേരള സർക്കാർ ഒന്നും അറിയിച്ചില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കത്തെഴുതേണ്ടി വരികയാണ്. 100 വീടുകൾ എന്ന് പറയുന്നത് അത്രയും മനുഷ്യർക്ക് വലിയൊരു താങ്ങായിരിക്കില്ലേ? ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നാനാവിധമുള്ള സഹായങ്ങൾ പലരും അറിയിച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വീടുകളുടെ നിർമ്മാണം. വിവിധ സന്നദ്ധ സംഘടനകളും മറ്റുമൊക്കെ വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അനാവശ്യമായ സാമ്പത്തിക സഹായവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തടസ്സം എന്താ വെച്ചാൽ വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയി സർവേ എല്ലാം നടത്തി. അതിനുശേഷം 2 തോട്ടം ഉടമകളുടെ തോട്ടം ഭൂമികളാണ് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ഹാരിസൺ മലയാളം കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയുടെയും അതുപോലെ തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റും. ഈ 2 കൂട്ടരും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ നിന്നൊരു അനുകൂല നിലപാടും കൂടി കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് ഇത് ഉപയോഗപ്രദമാക്കാൻ വേണ്ടി കഴിയൂ. അതിനാവശ്യമായിട്ടുള്ള ഗവൺമെന്റ് കോടതിയിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോടതിയിലും കൂടി ഒരു അവസാന ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കോടതിയിലും കൂടി പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലിയറൻസ് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അല്ലാതെ ആരെങ്കിലും സഹായങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടായിരിക്കില്ല എന്നാണ് കരുതുന്നത്. ഗവൺമെന്റിന്റെ സർക്കാരിന്റെ കാര്യമായതുകൊണ്ട് മറ്റു വിശദാംശങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല. അല്ല, അങ്ങനെ മനസ്സിലായി. ഞാൻ ചോദിച്ചത് ശ്രീ സി കെ ശശീന്ദ്രൻ, ഇപ്പോൾ സ്വാഭാവികമായും കുറെ അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ ആ 2 ഭൂമിയും കണ്ടെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിലെ കോടതി കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന് കൂടി സർക്കാർ അന്ന് നേരത്തെ തന്നെ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? ഇപ്പോഴും ആളുകൾ വാടക വീട്ടിലെല്ലാം നഷ്ടപ്പെട്ട് കഴിയുകയല്ലേ? നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ 100% ശരി. പക്ഷെ കോടതിയിൽ ആർക്കും പോകാമല്ലോ നമ്മൾ ഇന്നത്തെ കാലത്ത്. ഹാരിസൺ മലയാളം കമ്പനി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവുടമകളുടെ കമ്പനിയാണത്. ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെക്കുന്ന കമ്പനിയാണവർ. ഈ ഒരു ചെറിയ കാര്യത്തിന് അവരങ്ങനെ പോകാൻ പാടുണ്ടോ എന്ന് അവരും കൂടി ആലോചിക്കേണ്ടതല്ലേ? നടത്താൻ സർക്കാരും ശ്രമിക്കേണ്ടതായിരുന്നില്ലേ? അതൊക്കെ സർക്കാർ തലത്തിൽ നടക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് മറ്റു കാര്യങ്ങൾ അറിയില്ല. കോടതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ലീഗൽ അഡ്വൈസ് ഒക്കെ തേടി ഗവൺമെന്റ് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കോടതി കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആരുടെയും സഹായം ഗവൺമെന്റ് സ്വീകരിക്കാതിരിക്കില്ല. കാരണം ഇതും കൂടി ഉറപ്പാക്കിയ ശേഷമായിരിക്കും ആ യോഗം വിളിച്ചു ചേർക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഗവൺമെന്റാണ് പറയുന്നതുകൊണ്ട് ഒരു ആധികാരികമായിട്ട് എനിക്ക് അതിന് മറുപടി പറയുന്നുള്ള പരിമിതി ഉണ്ട്, നിങ്ങൾക്കറിയാലോ. നമ്മൾ നേരത്തെ സംഷാദ് മരക്കാരുമായി സംസാരിച്ചിരുന്നു. നിങ്ങൾ 2 പേരും ആ ദുരന്ത മുഖത്ത് രാപ്പകലില്ലാതെ പ്രവർത്തിച്ച 2 വ്യക്തികളാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പല സംഘടനകൾ പല വ്യക്തികളൊക്കെ അവരുടെ സ്വന്തം നിലയിൽ സഹായിക്കാൻ തയ്യാറാണ്, പക്ഷെ ഒരു ഏകോപനം അവിടെ ആ ലെവലിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ പല സംഘടനകൾ വീട് വെച്ച് കൊടുക്കാമെന്നും അല്ലെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നവരുടെ ഏകോപനത്തിന്റെ കാര്യത്തിൽ പലരും ആവശ്യമായ ഭൂമി നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അതാണ് ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അതിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഗവൺമെന്റ് ശ്രദ്ധയിലും മറ്റു കാര്യങ്ങളുമെല്ലാം വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഞങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിന് കൂടുതൽ വിഷയങ്ങൾ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഏതായാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗവൺമെന്റ് ശ്രദ്ധയിൽ ആ ഗൗരവത്തിൽ തന്നെ വീണ്ടും ശ്രദ്ധപ്പെടുത്തുകയും ചെയ്യും. ശരി, വളരെയധികം നന്ദി ശ്രീ സി കെ ശശീന്ദ്രൻ.